പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. ഇന്നത്തെ ഒന്നാം വായനയിൽ നാം കാണുന്നത്, ദൈവവേല ചെയ്യുവാൻ നാം സുസമ്മാതരും ആത്മാവും ജ്ഞാനവും ഉള്ളവർ ആയിരിക്കണം എന്നും നാം ശിഷ്യന്മാരെ പോലെ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും നിരന്തരം വ്യാപരിക്കുവാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കണം എന്നും തന്നെ. ഇന്നത്തെ രണ്ടാം വായനയിൽ ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്, നാം സജീവ ശിലയായ യേശു ക്രിസ്തുവിനെ സമീപിച്ച് യേശുവിനെ അനുകരിച്ച് നാം ഒരു ആത്മീയ ഭവനമായി പടുത്തുയർത്തപ്പെടണം എന്നും നാം യേശു ക്രിസ്തു വഴി ദൈവത്തിന് സ്വീകാര്യമായ ബലി അർപ്പിക്കുന്നതിന് വിശുദ്ധമായ ഒരു പുരോഹിത ജനം ആവുകയും ചെയ്യണമെന്ന് തന്നെ. വിശുദ്ധിയിൽ ജീവിക്കാം, ദൈവത്തെ സന്തോഷിപ്പിക്കാം, നന്മ ചെയ്യാം. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു പിതാവിലും പിതാവ് യേശുവിലും പ്രവർത്തിക്കുന്നുവെന്ന് നമ്മൾ വിശ്വസിക്കുന്നതിന് യേശു ആഗ്രഹിക്കുന്നു. യേശു വഴിയും സത്യവും ജീവനും ആകുന്നു. യേശുവിൻ്റെ ജീവിത മാതൃക അനുസരിച്ച് ജീവിക്കാം. യേശു ദൈവമാണ്, നിത്യജീവന്റെ ഉറവിടവുമാണ്. അങ്ങനെ പിതാവിൻ്റെ ഭവനത്തിലെ വാസസ്ഥലത്തേക്ക് നാം എത്തിച്ചേരുവാൻ യേശു നമ്മെ സഹായിക്കും. യേശുവിനെ സ്നേഹിച്ച് സേവിച്ച് ജീവിക്കാം. യേശുവും പിതാവും തമ്മിലുള്ള ബന്ധം ആഴമേറിയതുപോലെ നമ്മളും ദൈവവും തമ്മിലുള്ള ബന്ധവും സഹോദരങ്ങളും നമ്മളും തമ്മിലുള്ള ബന്ധവും ആഴപ്പെടുത്താം.